മക്കളെ, ഇതാ നവവത്സരത്തിൻ്റെ 9ാമത്തെ ദിവസത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാ ഇനി നമ്മൾ ഓടുകയാണ്. വചനത്തിൻ്റെ പിറകെയുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും പ്രേക്ഷിതരും ശുശ്രൂഷകരും അപ്പസ്തോലന്മാരും എല്ലാവരും ഈ വചനം തേടുകയാണ്. 9ാം ദിവസമായി പറയുന്ന വചനം ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? യേശു നമ്മോട് സംസാരിക്കുന്നുണ്ടോ? നമ്മുടെ ദുഃഖങ്ങൾ വിട്ടുപോകുന്നുണ്ടോ? ഉത്കണ്ഠകൾ വിട്ടുപോകുന്നുണ്ടോ? ഇതാ കർത്താവ് വചനം തരുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഈ വചനമാണ് വിശുദ്ധനായ അഗസ്തീനോസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഈ വചനം നമ്മെയും മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോൾ അലസത, ക്ഷീണം, ഉറക്കം, ആത്മനിന്ദ, ആത്മീയമായ ഉത്സാഹക്കുറവ്, ദൈവനിഷേധം ഇതൊക്കെ വളരുന്ന സമയത്ത് ഈ വചനം ഒരു അമ്പുപോലെ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. നിദ്ര വിട്ടുണരേണ്ട സമയമായി. ഇതാ പാപത്തിൽ നിന്ന് പാപസാകുന്ന വിട്ടുമാറേണ്ട സമയമായി. ആത്മീയമായ രക്ഷ ഇതാ നിന്റെ അടുത്ത് വന്നെത്തിയിരിക്കുകയാണ്. ഈശോ നമ്മുടെ അടുത്ത് വന്നെത്തിയിരിക്കുകയാണ്. ആത്മീയമായി വളരുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ഇതാ ഈശോ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. പാപ വഴികളെ കൊട്ടിയടയ്ക്കുക, പുണ്യത്തിൻ്റെ പാതയെ പുൽകുവാൻ വിശുദ്ധ അഗസ്തീനോസിനെ പോലെ നമ്മുടെ ജീവിതവും മാനസാന്തര ജീവിതമായി, ഒരു വിശുദ്ധമായ ജീവിതമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഈ ശുശ്രൂഷ ഷെയർ ചെയ്യുന്ന, അവരിലൂടെ കണ്ടുമുട്ടുന്ന അനേകം മക്കളിലേക്ക് മാനസാന്തരത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.